ഹലോ കൂട്ടുകാരെ, മായാലോകത്തിൻ്റെ 28ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വിൽ യു മാരി മീ? അവളുടെ വിടർന്ന മിഴികളിലേക്ക് ഉറ്റുനോക്കി പ്രണയാർദ്രമായി അവൻ ആരാഞ്ഞു. യാതൊരു മുഖവ്യത്യാസമോ സന്തോഷമോ വെളിവാകാതെ അവൾ ആ പൊക്ക സ്വീകരിച്ചപ്പോൾ വിഘ്നേഷിൻ്റെ ഉള്ളിലൊരു ശങ്ക ഉടലെടുത്തു. ഇതെന്താടോ മുഖം കടന്നൽ കുത്തിയ പോലെ? ഭക്ഷണം കഴിക്കുന്നതിനിടെ പതിഞ്ഞ സ്വരത്തിൽ അവൻ അവളുടെ കാതോരം ചോദിച്ചു. അത്രയും സമയമായിട്ടും അവളുടെ മങ്ങിയ മുഖത്തിൻ്റെ ഹേതു എന്താണെന്ന് തിരക്കാൻ അവൻ അവസരം കിട്ടിയിരുന്നില്ല. തേനീച്ച പൊതിയും പോലെ സുന്ദരിമണികൾ അവരുടെ ഇടം വലം നിന്ന് സ്നേഹപ്രകടനങ്ങളായിരുന്നു. പറയടോ, ഞാൻ താൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ, പിന്നെ എന്താ ഈ മുഖമാറ്റത്തിൻ്റെ ഹേതു? കഴിക്കുന്നതിനിടെ അവൻ അവളുടെ കാതോരം അവൻ്റെ അധരങ്ങൾ വെച്ചു. ഏതാ പെണ്ണ്? മുഖവുര ഒന്നുമില്ലാതെ അവൾ തിരക്കി. ഏത് പെണ്ണ്? മറുപടിയും ഉടനടി വന്നു. വിക്കിയുടെ കാറിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന. സമുദ്ര അത്രയും വ്യക്തമായി പറഞ്ഞിട്ടും വിഘ്നേഷ് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കാരണം രാവിലെ ഉണ്ണിമായയെ കാറിൽ കൊണ്ടുപോയ കാര്യം അവൻ പാടെ മറന്നിരുന്നു എന്നതായിരുന്നു സത്യം. എന്നോട് തുഷാര പറഞ്ഞല്ലോ, സൈറ്റിൽ വന്നപ്പോൾ വിക്കിയുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നുവെന്ന്. അത് കേട്ടപ്പോഴാണ് ഉണ്ണിമായുടെ മുഖം അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞത്. തുഷാര സമുദ്രയുടെ ഫ്രണ്ടാണ്. സമുദ്ര പറഞ്ഞിട്ടാണ് തിയേറ്ററിൻ്റെ ആർക്കിടെക്ചർ വർക്ക് വിഘ്നേഷ് തുഷാരക്ക് കൊടുത്തത്. കാറിൻ്റെ ഫ്രണ്ടിൽ ഉണ്ണിമായെ കണ്ടതും ശരവേഗത്തിൽ ആ വാർത്ത അപ്പുറത്തിരിക്കുന്നവളുടെ ചെവിയിലെത്തുമെന്ന് അവനും ഓർത്തില്ല. അതോടെ അവൻ്റെ അധരങ്ങൾക്കിടയിൽ ഒരു ചിരി പൊട്ടി. എടോ, അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയാ, ടൈപ്പിസ്റ്റായിട്ട്. പേര് ഉണ്ണിമായ. അവൻ അലസമായി പറഞ്ഞതും സമുദ്രയുടെ മുഖത്തെ ഈർഷ്യയേറി. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ കൂടെ അവളുള്ള കാര്യം വിക്കി പറഞ്ഞില്ലല്ലോ. മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ രഹസ്യമുണ്ടല്ലോ. സമുദ്ര അവൻ്റെ മിഴികളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും കൂടെയുള്ളവർ കഴിച്ചു തീർന്ന് എഴുന്നേറ്റ് പോയിരുന്നു. എന്ത് രഹസ്യം? ബാങ്കിൻ്റെ അടുത്തുള്ള റോഡിലൂടെ അവൾ പോകുന്നത് കണ്ടപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ലിഫ്റ്റ് കൊടുത്തതാ. നീ വേണമെങ്കിൽ വിശ്വസിക്ക്. വിഘ്നേഷ് പിന്നെ ഒരു നോട്ടം പോലും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിച്ചെന്ന് സ്വയം വിശ്വസിച്ച് അവൻ എഴുന്നേറ്റു. സമുദ്രയുടെ നോട്ടം അവനിൽ തന്നെ തറഞ്ഞു നിന്നു. സോറി. നിശബ്ദനായി തന്നെ ഡ്രൈവിംഗ് തുടരുന്ന വിഘ്നേഷിൻ്റെ ഇടത് കൈത്തണ്ടയിൽ സമുദ്ര പിടുത്തമിട്ടു. വിഘ്നേഷ് കൈ കുടഞ്ഞ് അവളുടെ കരം വിടുവിപ്പിച്ചു. ഡ്രൈവിംഗ് തുടർന്നു. പെണ്ണ് ഇന്നും പെണ്ണ് തന്നെ. ന്യൂയോർക്കിലൊക്കെ പോയി ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുത്തും പിന്നെ രാജ്യങ്ങൾ സന്ദർശിച്ചും കുറേ അനുഭവങ്ങൾ പഠിച്ചവളാ ശിവ നീ. ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. വിഘ്നേഷിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ആകെ അസ്വസ്ഥനായി. ബാങ്കിൽ ജീവനക്കാരോടും മറ്റും വളരെ കർക്കശമായി പെരുമാറുന്നവനാണെങ്കിലും സമുദ്രയോട് അവൻ എന്നും മൃദുലമായേ സംസാരിച്ചിട്ടുള്ളൂ. വിക്കി, ഞാൻ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അമളി പറ്റിയെന്ന് അവൾക്ക് ബോധ്യമായെങ്കിലും അവനെ ഈ രോഷത്തിൽ നിന്നും എങ്ങനെ മുക്തനാക്കാമെന്ന് ഓർക്കെ സമുദ്ര ആകെ വിളറി വെളുത്തു. ഒരു പെണ്ണിനെ എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കണ്ടെന്ന് കേട്ടാൽ ഉടനെ ഞാനും അവൾ തമ്മിൽ പ്രേമമാണെന്ന് ശിവ അങ്ങോട്ട് ഉറപ്പിച്ചോ? ശൗര്യമേറിയ അവൻ്റെ ഉറക്കെയുള്ള തിരക്കലിൽ സമുദ്ര ഞെട്ടി പെട്ടെന്ന് മിഴികൾ ചിമ്മി തുറന്നു. എനിക്ക് വിക്കിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ്നെസ്സാ. വിക്കി എൻ്റേത് മാത്രം. സമുദ്ര നിറഞ്ഞ മിഴികളിൽ തീർത്ത വിതുമ്പലോടെയുള്ള വാക്കുകൾ കേട്ടിട്ടും വിഘ്നേഷ് അത് ശ്രദ്ധിക്കാൻ പോയില്ല. നല്ലൊരു ഫംഗ്ഷൻ കുളമായി പോയതിൻ്റെ ദേഷ്യവും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറേ നേരം പരസ്പരം മിണ്ടാതെ ആ യാത്ര അവസാനിച്ചു. ഒരു യാത്ര പോലും പറയാതെ സമുദ്രയെ അവളുടെ വീട്ടുപടിക്കലിറക്കി അവൻ ധൃതിയിൽ കാറെടുത്തുപോയി. പിടി നേരെ പിടിപ്പിച്ച് കൊടുവാളിൻ്റെ മൂർച്ച തൊട്ടുനോക്കി ഒന്നുകൂടെ ഉറപ്പിച്ച് കവിത 2 കൊടുവാളുകൾ പത്രത്തിൽ പൊതിഞ്ഞു കയ്യിലെടുത്തു. സുനിതേച്ചി, ഞാൻ ഈ കൊടുവാൾ അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. ഉമ്മറത്തെ വാതിൽ തുറന്നിട്ട് എങ്ങും പോവരുത്. പിള്ളേർ വരുമ്പോഴത്തേക്കും ഞാനിങ്ങെത്താം.
വീടിൻ്റെ ഉമ്മറത്തേക്ക് നോക്കി അവൾ വിളിച്ചു പറഞ്ഞു. മറുപടി ഉണ്ടോ എന്നറിയാൻ കുറച്ചു നേരം കാതോർത്ത് അങ്ങനെ നിന്നു. ഇല്ലെന്നറിഞ്ഞതും അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ചേച്ചി കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞതിൻ്റെ നേരെ വിപരീതമേ കാണിക്കൂ. നടന്നു പോകുന്നതിനിടയിൽ അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് മുൻപിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവളുടെ ഹൃദയം നിലച്ചു. ഈ കണ്ടുമുട്ടലുകളുടെ കാലയളവ് കുറഞ്ഞു വരുന്നെന്ന് കവിതയ്ക്ക് തോന്നി. വഴിയിലിറങ്ങിയാൽ ഭരതനെ കാണുന്നു, എല്ലായിടത്തും ഭരതൻ ഉണ്ടെന്നൊരു തോന്നൽ. അവൻ്റെ നോട്ടം അവളിൽ പതിഞ്ഞതും എളിയിൽ കുത്തിവെച്ച പാവാട അയച്ചിട്ട് ഇരു കരങ്ങളിലുള്ള കൊടുവാളിൻ്റെ പൊതി അവൾ പിറകിലേക്ക് മറച്ചു പിടിച്ചു. അവൾ അവന് പോകാനായി ആ ഇടുങ്ങിയ നടവഴിയുടെ മൺഭിത്തിയോട് ഓരത്തേക്ക് ചേർന്ന് നിന്നു. രാവിലെ ഇരുന്നതാണ് ആലയിൽ, അതും ഈ കൊടുവാളും കൊണ്ട്. തീച്ചൂടേറ്റ് കവിതയുടെ ദേഹം ആകെ വിയർത്തൊലിച്ചിട്ടുണ്ട്. കൈക്കുഴിയും പിൻകഴുത്തിലും നനവുണ്ട്. വിയർപ്പുനാറ്റ് അവൻ അറിയുമോ എന്നോർക്കെ അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണികകൾ പൊങ്ങിത്തുടങ്ങി. ഭരതൻ തൻ്റെ തൊട്ടരികിലൂടെ കടന്നുപോയതും വൈദ്യുതി ദേഹത്തിലൂടെ അരിച്ചു പോയതുപോലെ അനുഭവപ്പെട്ടു. ഒരു പിടച്ചിലോടെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി. കവിത. അല്പം അങ്ങനെ നടന്നതും അവൻ പിന്തിരിഞ്ഞു വിളിച്ചു. അവൾ എന്താ എന്ന ഭാവത്തിൽ ഉടനെ തിരിഞ്ഞു നോക്കി. ആ തങ്കപ്പൻ പിന്നെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ? ആ ചോദ്യത്തിന് ഗൗരവം ഉണ്ടായിരുന്നു, സ്വരത്തിനൊത്ത ദേഹവും മുഖവും. ഇല്ല, പക്ഷേ അയാൾ വരും, ഭാര്യയുടെയും മക്കളുടെയും കണക്കും പറഞ്ഞ്. അത്ര നേരം പേടിച്ചിരുന്നവൾ മുൻപിലൊരു രക്ഷകനെ കണ്ടതും എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ പറഞ്ഞു. വന്നാൽ അവനിനി മുട്ടയിലേഞ്ഞ ഈ കുന്നിമണി ഗ്രാമത്തിൽ നിന്ന് പോകൂ. ഭരതൻ അവൻ്റെ നീണ്ടു വളർന്ന ആ കട്ടിമീശയിലൊന്ന് തൊട്ട്. ഉണ്ണിമായുടെ എഴുത്ത് വല്ലതും ഉണ്ടായിരുന്നോ? ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഒന്നിടറി. ഇല്ല, ഞാൻ അവൾക്കൊരു എഴുത്ത് ഇട്ടിട്ടുണ്ട്. കയ്യിലെ പൊതി മുൻവശത്തേക്ക് കാണിക്കാതെ കരുതലോടെ തലയാട്ടി അവൾ നിന്നു. എന്നാ കവിത പൊയ്ക്കോ. സമ്മതം കിട്ടിയതും അവൾ നടത്തത്തിൻ്റെ ആക്കം കൂട്ടി. എടോ, താനൊന്ന് അവിടെ നിന്നേ. ഭരതൻ കുറച്ചകലം എത്തി അവളെ ഉറക്കെ വിളിച്ചു. ഈ പൂമ്പാറ്റ ഏതാ? ഭരതൻ ഇനി എന്താ എന്ന ഭാവത്തിൽ നിൽക്കുന്നവളോടായി ആരാഞ്ഞു. പൂമ്പാറ്റ? ചുറ്റും നോക്കിക്കൊണ്ട് അവൾ നെറ്റിച്ചുളിച്ചു ആലോചിച്ചു. ആടോ, ചിത്രശലഭം അഥവാ ചിത്രപതംഗം. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ ഭരതൻ നമ്പ്യാരെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പൂമ്പാറ്റ ഉണ്ടെന്ന് ഉണ്ണിമായ പറഞ്ഞല്ലോ. കവിതയെ മേച്ചു നോക്കിക്കൊണ്ട് തന്നെ പറയുന്ന ഭരതൻ്റെ നോട്ടത്തെ പ്രതിരോധിക്കാനാവാതെ കവിത നിന്ന് വിറച്ചു. കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടെന്ന് വരെ തോന്നി. അപ്പോൾ ഇതാണല്ലേ ഉണ്ണിമായ കൊടുത്ത ക്ലൂ. ആ പൂമ്പാറ്റ ഞാനാണെന്ന് അറിഞ്ഞിട്ട് ചോദിക്കുന്നതാകുമോ, അതോ ശരിക്കും ആളറിയാതെ അന്വേഷിക്കുന്നതാകുമോ? മനസ്സിൽ ഓരോ ആശയക്കുഴപ്പങ്ങൾ അലതല്ലി പെരുത്തു തുടങ്ങി. അവൻ പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നെടുത്തതും കവിതയുടെ തൊണ്ട വറ്റി വരണ്ടു. കവിതക്കറിയോ കക്ഷിയെ? ഇല്ല. 6 അടി പൊക്കമുള്ളവൻ തൊട്ടരികിലെത്തിയതും അവൾ മിഴികൾ മാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ എനിക്ക് വേണ്ടി കവിത അവളെ കണ്ടുപിടിച്ച് എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തണം. നിർത്തൂലേ? അവൻ ഒന്നുകൂടെ ഉറപ്പിക്കാൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വിളറിപ്പോയ മുഖത്ത് ധൈര്യം വാരിപ്പൊത്തി അവൾ തലയാട്ടി. എടോ ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാരെ, താങ്കൾ തപ്പി നടക്കുന്ന പൂമ്പാറ്റ ദാ ഈ നിൽക്കുന്നു. കണ്ണ് തുറന്ന് നോക്ക്. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി അവൾ അതരങ്ങൾ കൊച്ചിപ്പിടിച്ചു. നിമിഷ ബാങ്കിൽ നിന്ന് വന്ന് ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ഉണ്ണിമായ അവൾക്കുള്ള ചായയും പലഹാരങ്ങളും കൊണ്ടുവന്ന് ടേബിളിൽ നിരത്തിയിരുന്നു. നീ ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കി? നിമിഷ അതിശയത്തോടെ ടേബിളിൽ നിരത്തി വെച്ച പലഹാരപാത്രങ്ങളിലേക്ക് നോക്കി. വെറുതെ ഇരുന്നപ്പോൾ മനസ്സിൽ ഓരോ ചിന്തകൾ കാടുകയറി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അടുക്കളയിൽ കയറിയതാ. മൈദ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. മിച്ചം വന്ന മൈദ കൊണ്ട് മൈദദോശയും ഉണ്ടാക്കി. നമുക്ക് രാത്രിയിലേക്ക് ഇത് മതിയാകും. ഉണ്ണിമായ ചായക്കപ്പ് അവൾക്കരികിലേക്ക് നീക്കി.
സത്യം പറയാലോ ഉണ്ണിമായേ, നീ വന്നേ പിന്നെ ഞാൻ അടുക്കള കണ്ടിട്ടേ ഇല്ല. വന്ന് കയറുമ്പോൾ തന്നെ കഴിക്കാനുള്ളതൊക്കെ മുമ്പിലെത്തും. ഞാനും അപ്പവും കഴിച്ച് സഹായിക്കും. നിമിഷ ചിരിയോടെ പറഞ്ഞപ്പോൾ ഉണ്ണിമായയോ അത് നോക്കി ചിരിച്ചു. ആ, ഒരു കാര്യം പറയാൻ വിട്ടു. നിമിഷ വായിലേക്ക് കൊതിയോടെ വെച്ച ഉള്ളിവട വായിൽ നിന്നെടുത്തു. നാളെ എൻ്റെ കൂടെ നീ ബാങ്കിൽ വരണം. വിഘ്നേഷ് സാറിന് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അറിയില്ല, ചിലപ്പോൾ വല്ല ജോലിക്കാര്യവും സംസാരിക്കാനാവും. അത് വേണ്ട നിമിഷേ, എനിക്ക് വേണ്ടി അത്രയും തിരക്കുള്ളൊരു വ്യക്തിയെ കഷ്ടപ്പെടുത്തുന്നൊക്കെ പറഞ്ഞാൽ വേണ്ട, അത് ശരിയാകില്ല. ഉണ്ണിമായ്ക്ക് അത് ഓർക്കെ വല്ലാത്ത നാണക്കേട് തോന്നി. എടോ, ഈ വിഘ്നേഷ് സാറിനും വെങ്കിടേഷ് സാറിനും ധാരാളം സ്ഥാപനങ്ങളുള്ളതാ. ഒരു ജോലി തരപ്പെടുത്തി തരുന്നതൊക്കെ അവർക്കത്ര പാടുള്ള കാര്യങ്ങളല്ല. നിമിഷ പുരികം ഉയർത്തി പറഞ്ഞു. എന്നാലും എനിക്ക് വേണ്ടി നിമിഷ ഒരുപാട് ബുദ്ധിമുട്ടി. ഇനി ആ സാറിനെയും. അപ്പോൾ വന്നതും വേദനയോടെ ഉണ്ണിമായ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ ഭരതൻ നമ്പ്യാരെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പൂമ്പാറ്റുണ്ടെന്ന് ഉണ്ണിമായ പറഞ്ഞല്ലോ. ഭരതൻ അരികിൽ വന്ന് പറയും പോലെ തോന്നിയതും കവിത പിടഞ്ഞെഴുന്നേറ്റു. ജോലിയൊക്കെ ഒരു വിധം ഒതുക്കി കഴിഞ്ഞതും വീട്ടിലെ മുൻവശത്തെ പടിയിൽ ഇരിക്കുകയായിരുന്നു കവിത. ഓരോന്നോർത്ത് അവളൊന്ന് മയങ്ങിപ്പോയി. ഭരതൻ ആളറിയാതെ തനിക്ക് വേണ്ടി തിരയുകയാണല്ലോ എന്നോർക്കെ അവളുടെ മനസ്സ് കുളിരണിഞ്ഞു. എന്താണ് ഈ നട്ടുച്ചക്ക് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? ചേച്ചിയെപ്പോലെ നിനക്കും വട്ടായോ? കൈ എളിയിൽ കുത്തി നെറ്റി ചുളിച്ചു നിൽക്കുന്ന രമണിയെ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് കവിത നോക്കിയത്. പുഞ്ചിരിക്കുന്ന കവിത എന്നത് കാണാക്കാഴ്ചയായതുകൊണ്ട് തന്നെ രമണിയും അന്താളിച്ച് നിൽപ്പാണ്. പെട്ടെന്ന് തന്നെ കവിത മുഖം മാറ്റി സ്ഥായീഭാവമായ ഗൗരവത്തിലേക്ക് തിരിച്ചു വന്നു. അതെന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലെന്ന് നിയമം വല്ലതുണ്ടോ? കവിത തിണ്ണയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആലയിൽ കയറി. നിന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ അടിമുടി മാറ്റമുണ്ട് കവിതേ. വല്ല വള്ളിക്കെട്ട് പ്രേമമാണേൽ ഉണ്ണിമായുടെ ഗതിയാകും ഒടുക്കം. ആലയുടെ പിറകിൽ നിന്ന് രമണി വിളിച്ചു പറയുന്നത് കേട്ട് കവിതക്ക് പെരുവിരൽ തൊട്ട് ഉച്ചി വരെ അരിശം പടർന്നു കയറി. അവൾ പല്ലും കയ്യും ഞെരിച്ചു. നിനക്കെന്താടി ഇപ്പോൾ വേണ്ടത്? വലിയൊരു കമ്പി കഷ്ണം എടുത്തു അവൾ തറയിൽ ശക്തിയായി അടിച്ചു. നീ വൈകിട്ട് കുളക്കടവിലേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, നീ പോയി മുങ്ങിച്ചത്തോ എന്നും പറഞ്ഞ് കവിത ആ കമ്പി കഷ്ണം നിലത്തേക്കെറിഞ്ഞതും ഇതൊന്നും കൊണ്ട് പേടിക്കില്ലെന്ന ഭാവത്തിൽ മുഖം വീർപ്പിച്ച് കെട്ടി രമണി സ്ഥലം വിട്ടു. ഒരു വിചിത്ര ജീവിയെ നോക്കും കണക്കെ ബസ് ഇറങ്ങി വരുന്ന തങ്കപ്പനെ നോക്കി ചായക്കടയിലുള്ളവർ നിന്നു. നാട്ടുകാർ തെണ്ടികൾ. കോപത്തോടെ മനസ്സിൽ മന്ത്രിച്ചു അയാൾ നടത്താൻ തുടർന്നു. ദേവകി എന്ന അതിസുന്ദരിയുമായി ഒരു രാത്രിയെങ്കിലും കഴിയാൻ കൊതിക്കുന്ന കാമവെറിയന്മാരാണ് അയാളെ നോക്കി അസൂയ പൂണ്ട് നിൽക്കുന്നവരിൽ ഭൂരിപക്ഷവും. ദേവകിയുടെ വീടെത്തിയപ്പോൾ ഉമ്മറവാതിൽ അടഞ്ഞു കിടപ്പുണ്ട്. മുൻവശത്തേക്ക് നോക്കിയപ്പോൾ ആരുടെയും ചെരുപ്പുകൾ കാണുന്നില്ല. ദേവകിയും കിങ്ങിണിയും വെളിയിലെങ്ങോട്ടെങ്കിലും പോയതാകുമെന്ന് ഉറപ്പിച്ച് തങ്കപ്പൻ ഉമ്മറത്തിണ്ണയിൽ കയറിയിരുന്നു. കാലുകൾ വിറപ്പിച്ചു. പോക്കറ്റിൽ തപ്പി ഒരു സിഗരറ്റ് എടുത്തു കൊളുത്തി വലിക്കാൻ തുനിയും മുമ്പേ അകത്തു നിന്നൊരു സ്ത്രീയുടെ ഞെരുക്കവും മൂളലും കേട്ട് വലിക്കാനെടുത്ത സിഗരറ്റ് അയാൾ കയ്യിലെടുത്തു. മുൻവശത്തെ വാതിലിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും സ്ത്രീ ശബ്ദം ഉയർന്നു വന്നു. കൂടെ ഒരു പുരുഷ സ്വരം കൂടെ കേൾക്കവേ തങ്കപ്പൻ്റെ നിയന്ത്രണം വിട്ടു. അകത്ത് ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ തങ്കപ്പൻ കാതും കൂർപ്പിച്ച് വാതിലിൻ്റെ ഓരം ചെവിയോർത്തു. കയ്യിലെ സിഗരറ്റ് കത്തുന്ന ഭാഗം കൈവെള്ളയിൽ തട്ടിയതും പൊള്ളലേറ്റ് അയാൾ അത് തട്ടിക്കളഞ്ഞു. തുടരും. തങ്കപ്പനുള്ള പണി വന്നിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് അടുത്ത പാർട്ടിൽ അറിയാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ വിജയിപ്പിച്ച് തരണേ പ്ലീസ്. എല്ലാവരോടും നന്ദി.